അങ്ങേര് സാധ്യമില്ലെന്ന് പറഞ്ഞ പിന്നെ എനിക്ക് എന്ത് ചെയ്യാനൊക്കും? എനിക്ക് ഇയാളുടെ കാല് പിടിക്കാനൊന്നും. അല്ല, അയാൾ എന്ത് പാട്ടുകാരാണെന്ന് പറയുന്നത്? എന്തോ മാങ്ങാത്തിൽ ഹിന്ദുസ്ഥാനി പാടിയിട്ടുണ്ട്. അങ്ങേരെ ആളൊരു മുരടനായി ഞങ്ങൾ എന്ത് വേണം? പോയി ചാവണോ? ശരി, നിർത്തിയാണ് വർത്താനം ചൊറിഞ്ഞു. മിസ്റ്റർ മൂർത്തി, ഞാൻ മാക്സിമം സോഫ്റ്റ് ആയിട്ടാണ് അപ്രോച്ച് ചെയ്ത്. ഒരു തരത്തിൽ എടുക്കില്ലെന്ന് വെച്ചാ ഇതൊന്നും ആ പെരട്ട് തള്ള ഡയറക്ടർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് വെച്ചാൽ കുറെ ലിഫ്റ്റിക്കിലുണ്ട് പോരും. ഓരോ വൃത്തിയേട്ടന്മാര് പാട്ട് പാടും, അതല്ലെങ്കിൽ നാസരം വായിക്കും, അതിന്റെ പിന്നാലെ ദൂരദർശനം പോവാ. നമുക്ക് ഈ പണി പറ്റില്ല. ഞാൻ പോവട്ട. ഹലോ പ്രകാശ്, ഞാൻ കൃഷ്ണയാണ്. ആദിത്യവർമ്മയുടെ. മനസ്സിലായി. എന്താ കാര്യം? വരാമെന്നോ? എനിക്ക് നിങ്ങളെ നേരിട്ട് കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ എന്താ വരുന്നു. ആരാ? ഹിന്ദുസ്ഥാനിയുടെ മോള. ആണോ? എന്നാ നല്ല വാക്ക് പറഞ്ഞ അവളെ വിളിച്ചിട്ട് 4 നല്ല വർത്താനാണ് പറയാ. അപ്പോഴേ തന്തി മോളും പഠിക്കുള്ളൂ. പറയല്ലേ? പിന്നെ ഞാനില്ലട നിന്റെ കൂടെ. വൈകുന്നേരം ഞാൻ വന്നോട്ടെ, നമുക്ക് ജിഗിൻ. സോറി, ബുദ്ധിമുട്ടായല്ലേ? ഇറ്റ്സ് ഓക്കെ. എന്താ കാര്യം? അച്ഛനെ കുറിച്ച് തയ്യാറാക്കാമെന്ന് പറഞ്ഞ ആ പ്രോഗ്രാമിന്റെ. അതെ, ഈ പ്രോഗ്രാം ചെയ്യാന്നൊക്കെ പറയുന്നത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യമൊന്നുമല്ല. ഓഫീസിൽ നിന്ന് കിട്ടുന്ന പല അസൈൻമെന്റ് കൂട്ടത്തിൽ ഒന്നും മാത്രം, അത്രേ ഉള്ളൂ. ഞാനിത് ആദ്യമായിട്ടൊന്നുമല്ല കലാകാരന്മാരെ വെച്ച് പ്രോഗ്രാം ചെയ്യുന്നത്. അയ്യോ മിസ്റ്റർ പ്രകാശ്, സംഗീതത്തിൽ അതിപ്രഗത്ഭരായ ത്യാഗരാജ ഭാഗവതർ, ചെമ്മാങ്കുടി ശ്രീനിവാസയ്യർ, ചെമ്പൈ വൈദ്യനാഥൻ, എം എസ് സുബ്ബലക്ഷ്മി, പണ്ഡിറ്റ് രവിശങ്കർ, സുബിൻ മേത്ത, വയലാർ, കണ്ണദാസ്, കുന്നക്കുടി വൈദ്യനാഥൻ, വയലിൻ. എന്തിന് കഴിഞ്ഞ ആഴ്ച യേശുവാസിനെ വെച്ച് ഞാൻ പ്രോഗ്രാം ചെയ്തുള്ളൂ. പക്ഷെ അവരെല്ലാം വളരെ മാന്യമായ രീതിയിലാണ് എന്റെ അടുത്ത് പെരുമാറിയിട്ടുള്ളത്. തന്റെ അച്ഛനോട് കാണിച്ചതേ വെറും ചീപ്പ് ജാടയാ. കഴിഞ്ഞോ? പ്രകാശിന്റെ സ്ഥാനത്ത് വേറൊരാളായിരുന്നെങ്കിൽ ഞാൻ കാണണമെന്ന് പറയുമായിരുന്നില്ല. എനിക്ക് പ്രകാശിനെ അറിയാം. ഐ മീൻ, നിങ്ങൾ ചെയ്യുന്ന പ്രോഗ്രാംസ് എല്ലാം ഞാൻ സ്ഥിരമായി കാണാറുണ്ട്. ഏറ്റവും അവസാനത്തെ ആ ചിൽഡ്രൻസ് പ്രോഗ്രാം വരെ. അന്ന് വീട്ടിൽ വെച്ച് കണ്ടപ്പോ എന്റെ അഭിനന്ദനങ്ങൾ പറയണമെന്ന് വിചാരിച്ചതാ. പക്ഷേ അതിനു മുൻപ് അച്ഛനെ കുറിച്ചുള്ള പ്രോഗ്രാമിന്റെ ഐഡിയ കളഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. വലിയ ജാടയൊന്നും കാണിക്കില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് നിമിഷം റെഡിയാ. ഞാൻ വാക്ക് തരുന്നു. അപ്പോ ഞാൻ ഇടയ്ക്ക് കോണ്ടാക്ട് ചെയ്യാം. അല്ല, എവിടെ താമസിക്കുന്നു പറഞ്ഞ? ഹോസ്റ്റൽ? എനിക്ക് മെഡിക്കൽ കോളേജിനടുത്തൊരു ഫ്ലാറ്റ് ഉണ്ട്. അപ്പോ ഇനി എങ്ങനെ പോവും? നല്ല ചോദ്യം. കാറുള്ള ആൾക്ക് ഒരു ലിഫ്റ്റ് തന്നൂടെ? വാ വാ. നീയോ? ഞാൻ തന്നെ. എത്ര നേരം ഞാൻ സ്റ്റേഷനിൽ കാത്തു നിന്നു. എന്താ ഒന്ന് വന്നൂടെ? ഞാൻ ഒന്ന് ഉറങ്ങിപ്പോയി. വാ. പാട്ടും കൂത്തും ബഹളവും. മുറിയുടെ ഒരു കോലം കണ്ടില്ലേ? മുറിയുടെ കോലം പോട്ടെ, നീ എന്റെ കോലവും നോക്ക്. നീ പോയ പിന്നെ ഞാൻ നേരെ ചൊവ്വേ ഭക്ഷണം കഴിച്ചിട്ടില്ല. ആഹാരമില്ല, വെള്ളമില്ല, വായുവില്ല. എന്നാൽ അല്പം സ്നേഹം തരാൻ ആരെങ്കിലും അതുമില്ല. മനുഷ്യ ഇവിടെ കത്തി കരിഞ്ഞിരിക്കുക. മസിലൊക്കെ പോയി. ഇവിടെ ഒരു കുഴപ്പമില്ല, മുമ്പത്തേലും നന്നായിരിക്കുക. ദുഷ്ടേ, നീ എനിക്ക് എന്താ തിന്നാൻ കൊണ്ടിരിക്കുന്നത്? ചോക്ലേറ്റോ കാഡ്ബറീസോ? മോന് ഫാരക്സ് കൊണ്ടുവന്നിട്ടുണ്ട്, കലക്കി തരട്ടോ? എന്താ നിന്ന് പരുങ്ങ? സത്യം പറ. മദ്യം. നീ ഇല്ലാത്തിന്റെ വിഷമം തീർക്കാൻ എനിക്കിതിനെ ആശ്രയിക്കേണ്ടി ഈ കഴുത്. മണത്ത് നോക്ക്, കരിങ്ങാലിയുള്ള. ഇനി മോളത്തെ സ്ഥിതി എന്താ നോക്കട്ടെ. അയ്യോ, എന്താ? നീ അറിഞ്ഞില്ലേ? ഇല്ല. എടുത്തോന്നേ. ഒരാഴ്ചയായില്ലേ കുട്ടാ? നാറുന്നു. കുളിക്കാറില്ലേ? പോയി കുളിച്ചിട്ട് വാ. ഇപ്പൊ കുളിക്കാൻ പോലെ. ഇതിനൊരു നേരവും കാലവും ഇല്ലേ? അയ്യടാ, ഇതിന് നേരവും കാലം നോക്കിയാൽ കണിയാരെ കൊണ്ട് മുഹൂർത്തം കുറിപ്പിക്കാം. നീ ഇനി വാ കുട്ടോ. Anything else, madam? Well, I want. Hi, Prakash. ഇരിക്കൂ. പ്രകാശ് കഴിച്ചോ? No. കൃഷ്ണ എന്താ പതിവില്ല റെസ്റ്റോറന്റിലൊക്കെ? ഇന്ന് ഞാൻ എന്റെ കുക്കിംഗ് ക്യാൻസൽ ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം കുട്ടികളുമായിട്ട് സൂവിൽ ചുറ്റിയടിക്കുകയായിരുന്നു. മൃഗങ്ങളെ കാണിക്കാനായിരുന്നു ഈ കുട്ടികളെ കൊണ്ട് കണ്ണാടിയുടെ മുമ്പിൽ നിന്നാ പോരായിരുന്നോ? അതിലും നല്ലത് നിങ്ങളുടെ ഓഫീസിൽ കൊണ്ടിരുന്നല്ലേ. അച്ഛൻ പ്രകാശിനെ തിരക്കിയിരുന്നു. പുള്ളി ഭയങ്കര ഇംപ്രസ്ഡ് ആയിരിക്കുക. അതെന്നെ അടുത്തറിയാത്തോണ്ടുള്ള തെറ്റിദ്ധാരണ. അപ്പോ തല്ലിപ്പൊളിയാ? പിന്നെ അല്ലാതെ. എനിക്ക് തോന്നുന്നില്ല. ഒരു മട്ടൻ കട്ട്ലറ്റ്, ഒരു ലിംക, പട്ടപൊട്ടിയോ, ഒരു ഐസ്ക്രീം. ഇപ്പൊ കൊണ്ടേ തിരിച്ച് വീട്ടിലേക്കാണെങ്കിൽ ഒരു ലിഫ്റ്റ് തരാം. താങ്ക് യു. വെൽക്കം.
ഇറങ്ങുന്നില്ലേ? ഇല്ല, ബൈ. ഓക്കെ ദെൻ ബൈ. ആ. ആ എങ്ങനെ മിസ്റ്റർ പ്രകാശിനെ ഒന്ന് കാണാൻ പറ്റുമോ? പ്രകാശ് ഇന്ന് ലീവാണ്. ഓ, ഞാൻ നാളെ വരാം. ഞാൻ നാളെ വിളിക്കട്ടാ. ദേ ഒന്ന് നിന്നേ പ്രകാശിനെ അന്വേഷിച്ചു. ആരാന്നാ പറഞ്ഞേ? ഞാൻ ആരാന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ പ്രകാശിന്റെ ഫ്രണ്ടാ, മുമ്പ് കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചേ ഉള്ളൂ. പ്രകാശിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഞാൻ നാളെ കണ്ടോളാം. വേറൊന്നും കൊണ്ടല്ല, പ്രകാശിന്റെ ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് ഞാൻ, അതുകൊണ്ട് ചോദിച്ചെന്നുള്ളൂ. ഒന്നും ഇല്ലെന്നേ. അങ്ങനെ അങ്ങോട്ട് പോയല്ലോ പെങ്ങളെ. അത്യാവശ്യമാണെങ്കിൽ പ്രകാശിന്റെ അഡ്രസ് ഞാൻ തരാം. നമ്പർ 251 ഗാന്ധി നഗർ, 3rd സ്ട്രീറ്റ്. താങ്ക് യു. ആയിക്കോട്ടെ. സത്യം പറ പ്രകാശേ, എന്താ ഇതിന്റെ ഒരു ലൈൻ? ഓ, അങ്ങനെയൊന്നും ഇല്ലെന്ന്. അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഒന്നുമില്ലേ വേണ്ടാന്ന്. അങ്ങനെയൊന്നും ഇല്ലെന്ന്. ഒന്നുമില്ലേ വേണ്ടൂ. പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? എങ്ങനെ എങ്ങനെ? അത്രയ്ക്കൊന്നും ഇല്ല. അത് പിന്നെ കള്ളച്ചെക്ക, എനിക്ക് നിന്നെ അറിയില്ലേ ചൂട്ടാങ്കി. അല്ല, ഞാൻ ആലോചിക്കായിരുന്നു, സുമിത്ര എറണാകുളത്ത് പോവാന്ന് പറഞ്ഞപ്പോ എന്തൊരു വെപ്രാളായിരുന്നു നിനക്ക്. ജീവിതത്തിന്റെ താളം തെറ്റി, ഉറക്കം വരണില്ല. ഇപ്പൊ നിനക്ക് ശരിക്കും ഉറക്കം വരണ്ട. ചാക്കോച്ച നിങ്ങൾ വിചാരിക്കുന്ന പോലെ വേണ്ട, ന്യായീകരണമൊന്നും പറയണ്ട. ഓലപ്പടക്കത്തിനാ തീ പിടിച്ചിരിക്കണേ, സൂക്ഷിച്ചു കളിച്ചോ. അനുഭവം ഉള്ളതുകൊണ്ട് പറയണതടാ മോനെ. എന്താ അങ്ങനെ ഇപ്പൊ സൂയിക്കണ്ട. ഞാൻ ആദ്യം ചോദിച്ചതിന് ഉത്തരം പറ. എന്താ കാര്യം? അന്ന് ഫോൺ ചെയ്തപ്പോ ഞാൻ പറഞ്ഞതല്ലേ ടെലിഫോൺ ബില്ലിന്റെയും കറണ്ട് ബില്ലിന്റെയും കാര്യം. ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ട് എത്രയായെന്നറിയോ? ഫോൺ അവർ എടുത്തോണ്ട് പോകും. എടുത്തോണ്ട് പോട്ടെ. എല്ലാം കളിയായിട്ട് എടുക്കരുത്. വീട്ടുകാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധ വേണം. മനസ്സില്ല വീട്ടുകാര്യങ്ങൾ നോക്കാൻ. നിന്നോട് ആരാ പറഞ്ഞ എറണാകുളത്തേക്ക് പോവാൻ? വീട്ടുകാര്യങ്ങൾ നോക്കി ഇവിടെ ഇരിക്കായിരുന്നില്ലേ? എനിക്കിവിടെ 100 കൂട്ടം ജോലിയുള്ളതാ. കൂട്ടത്തിൽ ചിലപ്പോൾ ഇതൊക്കെ വിട്ടുപോയിന്ന് വരും. ഇങ്ങനെ ബഹളം വെക്കാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായത്? ബഹളം വെക്കും. നിന്റെ ഈ സ്വഭാവം അതിന് കാരണം. എപ്പോ നോക്കിയാലും ചില സില്ലി കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വരും, മനുഷ്യനെ സ്വസ്ഥത കെടുത്താൻ. നിനക്ക് വേറെ ഒരു സബ്ജക്റ്റും ഇല്ല ലൈഫില്. കറണ്ട് ബില്ല്, ടെലിഫോൺ ബില്ല്, ബാങ്ക് അക്കൗണ്ട്, പ്രോഡക്റ്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, LIC. മടുത്തു. പിന്നെയുമിണക്കുയിൽ പിണങ്ങിയല്ലോ. മറ്റന്നാ രാവിലെ തന്നെ ജോലി എന്താണെന്നറിയോ? കറണ്ട് ബില്ലടയ്ക്കുക, ടെലിഫോൺ ബില്ലടയ്ക്കുക, പത്രക്കാരന് കാശ് കൊടുക്കുക. പിന്നെന്താ? പിന്നൊന്നുമില്ല. ഇതെല്ലാം ചെയ്തിട്ട് ബാക്കി എന്ത് കാര്യമുള്ളൂ. ഓക്കെ? സുമിത്ര കുട്ടി, എന്റെ സൂത്രക്കുട്ടി. എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ ഭാര്യയെ, നിന്നോടല്ലാതെ വേറെ ആരോടാ ഞാൻ വല്ലപ്പോഴും ചൂടാവുക? അങ്ങനെ ഇപ്പൊ വേണ്ട. ഒരു ഭർത്താവിന്റെ റോള് ഞാൻ നന്നായിട്ട് ചെയ്യുന്നില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഉണ്ട്. എന്നൊരു കാര്യം ചെയ്യും, പോയി ഡൈവേഴ്സ് നോട്ടീസ് കൊടുക്ക്. ഓടുന്നു. ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. സീരിയസ് ആയിട്ടാ? അതൊന്ന് മുഖത്ത് നോക്കി പറഞ്ഞേ. മുഖത്ത് നോക്കി പറയാൻ. ബോംബെയിൽ ചിലവഴിച്ച കുട്ടിക്കാലമായിരുന്നു എന്റെ ലൈഫിലെ ഏറ്റവും നല്ല പീരീഡ്. ഇന്നും കൊതിയോടെ ഓർക്കാനുള്ളത് ആ കാലം മാത്രമാണ്. ബോംബെയിൽ എവിടെയായിരുന്നു? ബാന്ദ്ര. ഓ ഗോഡ്, ബാന്ദ്രയില. എന്റെ ചെറുപ്പത്തില് ഞങ്ങളോട് താമസിച്ചിട്ടുണ്ട്. അവിടെ ഒരു ഗണപതി ടെമ്പിൾ ഉള്ള ഓർമ്മയുണ്ടോ? ആ സ്ട്രീറ്റിലായിരുന്നു ഞങ്ങൾ താമസിച്ചത്. അതിന്റെ നെക്സ്റ്റ് സ്ട്രീറ്റ് ആണ് ഞങ്ങളുടേത്.
ആ, അവിടെ ഒരു പഴയ ചർച്ച ഉള്ളത് അറിയോ? ആ അവിടെ വരാറുണ്ടായിരുന്നോ? ഇല്ല. എക്സാം ജയിക്കാൻ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടി കാശിടുമായിരുന്നു. എനിക്ക് ഇപ്പോഴും അവിടെ ഓർമ്മയുള്ളത് ഞായറാഴ്ച തോറും ഐസ്ക്രീമുമായിട്ട് വരുന്നൊരു കിളവനെയാ. ഓർമ്മയുണ്ടാവും, നീല കോട്ടക്കെട്ട് തടിച്ച്. ആ, അറിയാം. എന്റെ കൊറേ കാശ് അടിച്ചിട്ടുണ്ട് പുള്ളി. അങ്കിൾ വില്യംസ്. എക്സാക്ട്ലി. ചിലപ്പോ അന്ന് നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും. ഒരു നിക്കറുകാരൻ പയ്യൻ. ഒരു സ്കർട്ടുകാരി ചട്ടമ്പി പെണ്ണും. ആ, 4-5 ദിവസം ഞാൻ ഫ്രീ ആണ്. എന്ത് ചെയ്യാൻ പോകുന്നു? തീരുമാനിച്ചില്ല. എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് കരുതുക. കാശിക്ക? ഹേയ്, അത്ര ദൂരത്തേക്കൊന്നുമല്ല, വേറെ എവിടേക്കെങ്കിലും. ഞാൻ നാളെ തിരിക്കുക. എങ്ങോട്ട്? ഒഫീഷ്യൽ ട്രിപ്പാ, കോടഗിരി എന്ന് പറയും. റിയലി ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. അവിടെ എന്താ? അവിടെ ഒരു യോഗ സെന്റർ ഉണ്ട്, സായിപ്പുരത്തുന്ന. അതിനെ കുറിച്ച് പ്രോഗ്രാം തയ്യാറാക്കണം. ഞാൻ കൂടെ വരട്ടെ? ആർ യു സീരിയസ്? നവ, ഞാൻ എന്ത് കെയർ ഓഫിൽ വരും? അവിടുത്തെ പാർട്ടിസിപ്പൻസ് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുമോ? പിന്നെന്താ. Then come. അച്ഛനോടൊന്ന് പറയണം. എനിക്ക് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ഞാൻ കൃഷ്ണയെ വിളിക്കാം. അത് കഴിഞ്ഞിട്ട് വേറെ പ്രോഗ്രാം ഫിക്സ് ചെയ്യൂ. ഷുവർ. പ്രകാശിന്റെ പേര് നീ ചീത്തയാക്കുവോ ഇന്റർവ്യൂ ചെയ്ത്? നോക്കിക്കോളൂ, ഇത് കഴിയുമ്പോ ദൂരദർശൻകാര് എന്നെ അവിടെ അപ്പോയിന്റ് ചെയ്യും. കണ്ടറിയാം. ആ, പ്രകാശിനെ ഞാൻ അന്വേഷിച്ചത് പറയണം. പറയാം. खूब ठंडी है, ये भी रखिए। കണ്ടോ, നിനക്ക് ഈ ബുദ്ധി തോന്നിയോ? क्या क्या? ഒന്നുമില്ല, ഇവിടെ പറഞ്ഞതാ. എന്നെ നീ മനഃപൂർവ്വം ഒഴിവാക്കിയതാണല്ലേ? അതെന്നാ പറച്ചില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ആ വർമ്മയുടെ പ്രോഗ്രാമിന് നീ എന്നെ ഒഴിവാക്കിയതാണെന്ന്. എനിക്കറിയാം മോനെ, ഞാനും കൂടി ഉണ്ടെങ്കിൽ നിന്റെ ഈ ചുറ്റിക്കളിയൊന്നും നടക്കില്ലല്ലോ. ഇപ്പൊ സമയം തീരെയില്ല, തിരിച്ചു വന്നിട്ട് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. അല്ല, ഈ പോക്ക് പോവാണെങ്കിൽ തിരിച്ചു വന്ന് സംസാരിക്കാൻ നീ ഉണ്ടാവില്ല കേട്ടോ. ഒരു നല്ല കാര്യത്തിൽ ഇറങ്ങുമ്പോ ഒന്ന് അനുഗ്രഹിച്ച് വിടുന്നത് ചാക്കോച്ച. പാല് കൊടുത്ത കൈക്ക് കടിക്കരുതാ മോനെ. പിന്നെ താൻ എനിക്ക് എന്താ പാല് വന്നിരിക്കുന്നത്? ഇങ്ങോട്ട് പാട് മാപ്പിളെ. അയ്യോ, എനിക്ക് തെറ്റിതാ, നിനക്ക് പാലല്ല തന്നത്, ബ്രാൻഡിയാ. ശരിയണ്ടാ. ദൂരദർശൻ ടീമിന് റൂം ബുക്ക് ചെയ്തിട്ടില്ലേ? ഉണ്ടല്ലോ. സാറാണോ മിസ്റ്റർ പ്രകാശ്? അതെ. പിന്നെ ബാക്കിയുള്ളവരെല്ലാം മോർണിംഗിൽ എത്തുവേ. പെട്ടി ടിക്കലുണ്ട്. കാറിലിരുന്ന് പ്രകാശ് പറഞ്ഞത് ശരിയാണ്. ഇവിടെ എത്തുമ്പോ നമ്മൾ തിരിച്ചു പോക്കിനെ കുറിച്ച് മറക്കും. തിരിച്ചു പോകണമെന്നില്ലെങ്കിൽ വേണ്ട, നമുക്ക് ഇവിടെ എങ്ങനെ ഒരു വീട് വയ്ക്കാം, ഒരു വുഡൻ ഹൗസ്. എന്നിട്ട് ഇവിടെ തന്നെ കൂടാം. എന്നോട് കളിക്ക് പറയുന്നത് സൂക്ഷിച്ചു വേണം, ഞാൻ കയറി സീരിയസ് ആകും. ഈ മഞ്ഞും ഈ ഏകാന്തയും സാക്ഷി നിർത്തി ഞാനും സത്യം പറയട്ടെ, എനിക്ക് തന്നോട് അത്രമാത്രം ഇഷ്ടം തോന്നുന്നു. യെസ്, ഐ ലൈക്ക് യു റിയലി.